മാളു, നീ ഇപ്പോൾ +2 ആയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഫോൺ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? തിരക്കിട്ട് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ആവശ്യവുമായി എത്തിയ മകളോട് വിശ്വൻ ചോദിച്ചു. അച്ഛാ, അച്ഛനത് പറഞ്ഞാൽ മനസ്സിലാകാഞ്ഞിട്ടാ. നിങ്ങളൊന്നും പഠിച്ചപ്പോൾ ഉള്ളതുപോലെയല്ല ഇപ്പോൾ. നോട്ട്സ് എല്ലാം വാട്സപ്പ് വഴിയാണ് അയക്കുന്നത്. അന്നന്ന് പഠിപ്പിക്കുന്നത് പകർത്തി പഠിച്ചിട്ട് വേണം പിറ്റേന്ന് ക്ലാസ്സിൽ ചെല്ലാൻ. അവൾ തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മട്ടിൽ നിന്നു. അതിനല്ലേ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഫോണുള്ളത്. നിനക്കത് ഉപയോഗിക്കാമല്ലോ. അച്ഛനും അമ്മയും രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പിന്നെ വരുന്നത് വൈകുന്നേരം 6 മണി കഴിഞ്ഞാണ്. അതുവരെ ഞാൻ എന്താ ചെയ്യുക? ഇന്ന് മുതൽ ക്രിസ്മസ് വെക്കേഷനും തുടങ്ങുമല്ലോ. കുറേ നോട്ട്സ് അയച്ചു തരാമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പകലൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്ന നേരം ഫോൺ ഉണ്ടെങ്കിൽ എനിക്കത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാമല്ലോ. ഓവർലോഡ് ആവുകയില്ല. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അതും പറഞ്ഞ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോഴേക്കും അമ്മയും തിരക്ക് പിടിച്ച് റെഡിയായി ഓടി വന്ന് വണ്ടിയിൽ കയറി. മാളു, ഭക്ഷണമെല്ലാം റെഡിയാക്കി ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ടിവിയും കണ്ടിരുന്ന് കഴിക്കാൻ മറക്കണ്ട. എന്നത്തെയും പോലെ തിരക്കിനിടയിലും അവരത് അവളെ ഓർമ്മിപ്പിച്ചു. എന്താ സുമേ, മാളു വിടാൻ മട്ടില്ലല്ലോ. ഫോൺ വേണമെന്ന നിർബന്ധത്തിൽ തന്നെയാണ്. എന്താ തൻ്റെ അഭിപ്രായം? യാത്രാമധ്യേ അയാൾ തൻ്റെ ഭാര്യയോട് ചോദിച്ചു. എന്നോടും 2 ദിവസമായി ഇതും പറഞ്ഞ് പുറകെ നടക്കുകയാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ വിശ്വേട്ടാ, വാങ്ങിക്കൊടുത്തേക്ക്. അയാൾ ഒരു നിമിഷം മൗനമായി നിന്നു. വീണ്ടും തുടർന്നു. വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ടല്ല സുമേ, പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ എന്താണെന്ന് തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഇന്നത്തെ കാലവുമാണ്. ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നതിൻ്റെ പ്രധാന കാരണം ഈ മൊബൈൽ ഫോണുകളാണ്. അതോർക്കുമ്പോഴാണ്. അയാൾ തൻ്റെ ഉള്ളിലെ ഭയം പ്രകടിപ്പിച്ചു. വിശ്വേട്ടൻ പേടിക്കണ്ട, നമ്മുടെ മോളെ നമുക്കറിയാലോ. അവൾ തെറ്റായ വഴിയെ സഞ്ചരിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ കുട്ടിയെ നമ്മളല്ലാതെ പിന്നെ ആരാ മനസ്സിലാക്കേണ്ടത്? അയാൾ മൂളി. അതേസമയം തൻ്റെ അച്ഛനും അമ്മയും കൺവെട്ടത്തു നിന്ന് മറഞ്ഞതും അവൾ ഓടിപ്പോയി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പഴയ മോഡൽ നോക്കിയ ഫോൺ എടുത്ത് അച്ചു എന്ന് സേവ് ചെയ്തു വെച്ചിരുന്ന നമ്പറിലേക്ക് വിളിച്ചു. അവളുടെ കൂടെ പഠിക്കുന്ന പയ്യനാണ് അക്ഷയ്. കുറച്ചു കാലങ്ങളായി അവർ പ്രണയത്തിലുമാണ്. അവൾ അവനെ അച്ചു എന്നാണ് വിളിച്ചിരുന്നത്. മറ്റാരും അറിയാതെ വിളിക്കാനായി അവനാണ് അവൾക്ക് ഫോൺ സമ്മാനിച്ചത്. എന്തായി പുതിയ ഫോൺ വാങ്ങുന്ന കാര്യം? നിന്റെ പേരൻസിനോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. ഉറപ്പൊന്നുമില്ല. നമുക്ക് സംസാരിക്കാൻ ഈ ഫോൺ തന്നെ ധാരാളം അല്ലേ അച്ചു? ബെസ്റ്റ്. ഇതാകുമ്പോൾ ശബ്ദം മാത്രമല്ലേ കേൾക്കുകയുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ക്ലാസ്സും ഇല്ല. പുറത്തൊക്കെ കറങ്ങാമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒടുക്കത്തെ പേടിയും. നമ്മുടെ ക്ലാസ്സിലെ അമലും ഹരിതയൊക്കെ എവിടെയൊക്കെയാണെന്നോ കറങ്ങാൻ പോകുന്നത്. അങ്ങനെയാ കാമുകിമാർ. നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫോണിലൂടെയെങ്കിലും എനിക്ക് നിന്നെ ഇടയ്ക്ക് കാണണ്ടേ. അത് ഈ ഫോണിലൂടെ പറ്റുമോ? അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി. അവൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ തനിക്കാവുന്നില്ലല്ലോ എന്ന കുറ്റബോധവും. ക്ലാസ്സിലെ പല പെൺകുട്ടികൾക്കും അശ്വിൻ എന്ന അച്ചുവിനോട് ഒരു താല്പര്യമുണ്ടെന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൻ തന്നെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരിക്കലും എതിര് നിൽക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു ഭയം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ അവസ്ഥ അവൾക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. പിന്നീട് ആ സംസാരം മണിക്കൂറുകളോളം നീണ്ടു. അച്ചുവിനോട് എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും അവൾക്ക് തെല്ലൊരു മടുപ്പ് പോലും തോന്നിയിരുന്നില്ല. വൈകുന്നേരം അച്ഛനും അമ്മയും വരാൻ സമയമാകുമ്പോഴേക്കും അവൾ വീണ്ടും മൊബൈൽ ഫോൺ ആരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കും. സാധാരണ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവർ വരാറുള്ളത്. എങ്കിലും പതിവിലും വിപരീതമായി 1/2 മണിക്കൂറോളം കഴിഞ്ഞാണ് അവർ വീട്ടിലെത്തിയത്. അച്ഛനോടും അമ്മയോടും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാത്തതിനാൽ അവൾ എന്നത്തെയും പോലെ ടിവിയുടെ മുന്നിൽ തന്നെ ഇരുന്നു. ഇനി ഇതില്ലാത്തതുകൊണ്ട് എൻ്റെ മോള് പഠിക്കാതെ ഇരിക്കണ്ട. അച്ഛനും അമ്മയും ചേർന്ന് തനിക്ക് നേരെ നീട്ടിയ ഗിഫ്റ്റ് കണ്ട് അവൾ അമ്പരന്നു. 2 ദിവസമായി താൻ പുറകെ നടന്ന് ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോൺ. ഇത്ര വേഗം ഇവരിത് സാധിച്ചു തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരു നിമിഷം അവൾ എല്ലാം മറന്ന് തുള്ളിച്ചാടി. ആ ആനന്ദത്താൽ മതിമറന്ന് അവൾ തൻ്റെ മാതാപിതാക്കളെ പുണർന്നു. അത് കണ്ടതും അവർക്ക് സന്തോഷമായി. സത്യത്തിൽ അങ്ങനെ ഒരു വാരിപ്പുണൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അവൾ തൻ്റെ പുതിയ ഫോണിൽ ആദ്യം സേവ് ചെയ്ത പേര് അച്ചു എന്നായിരുന്നു. അതിത്ര ധൈര്യത്തോടെ സേവ് ചെയ്യാനും ഒരു കാരണമുണ്ട്. മാളുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതിയെയും അവൾ വിളിച്ചിരുന്നത് അച്ചു എന്ന് തന്നെയാണ്. അത് വീട്ടുകാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ആ പേര് ഫോണിൽ കണ്ടാലും അശ്വതിയാണെന്ന് വീട്ടുകാർ കരുതുകയുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. അന്ന് അക്ഷയിനെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കാൻ അവൾ അക്ഷമയോട് കാത്തിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനായി അച്ഛനും അമ്മയും മുറിയിലേക്ക് കയറിയതും അവൾ അവളുടെ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് തൻ്റെ പുതിയ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തു. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടാകാം ആദ്യത്തെ വട്ടം ട്രൈ ചെയ്തെങ്കിലും അക്ഷയ് എടുത്തില്ല.
പിന്നീട് ഒന്നുകൂടി വിളിച്ചപ്പോഴാണ് കോൾ കണക്റ്റ് ആയത്. സ്ക്രീനിൽ അവളുടെ മുഖം കണ്ടതും അവനും ഒരുപാട് സന്തോഷമായി. ഇതെപ്പോ കിട്ടി? പറഞ്ഞില്ലല്ലോ. ഞാനും തീരെ പ്രതീക്ഷിച്ചതല്ല. ഇന്ന് വൈകിട്ട് അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞു വന്നപ്പോൾ സർപ്രൈസായി കൊണ്ടുവന്നതാണ്. അപ്പോൾ കരുതി നിനക്കും സർപ്രൈസ് തരാന്ന്. അതേതായാലും നന്നായി. അങ്ങനെ ഉറങ്ങാതെ മണിക്കൂറുകളോളം ആ കോൾ നീണ്ടു. സംസാരത്തിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയതാണ്. രാവിലെ ഉണർന്നതും അവൾ ചാറ്റെല്ലാം ഡിലീറ്റാക്കി നോർമൽ കോൾ ചെയ്യാൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഫോണാണ് ഉപയോഗിക്കാറ്. അതാകുമ്പോൾ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ കോൾ ബിസി കാണിക്കില്ലല്ലോ. ഒരു ദിവസം ഫോണിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കവേ അവൻ അവളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അത് സാധിച്ചു തരുമോ? എന്താണത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ആ ടോപ്പഴിച്ച് എനിക്ക് നിന്നെ ഒന്ന് കാണണം. അത് കേട്ടതും അവളൊന്ന് അമ്പരന്നു. എന്താച്ചു നീ പറയുന്നത്? ഞാൻ അതൊന്നും ചെയ്യില്ല. മറുത്തൊന്നും ചിന്തിക്കും മുമ്പേ അവൾ പറഞ്ഞു. ഓഹോ, അപ്പോൾ അത്രയേ ഉള്ളൂ എന്നോടുള്ള സ്നേഹവും വിശ്വാസവും? നിന്നോട് ഞാൻ തുണിയില്ലാത്ത ഫോട്ടോസൊന്നും അല്ലല്ലോ തരാൻ പറഞ്ഞത്. ജസ്റ്റ് പെറ്റിക്കോട്ടിട്ട് ഒരു ഫോട്ടോ. ഇന്നത്തെ കാലത്ത് ഗേൾസ് എത്ര മോഡേൺ ആയാണ് നടക്കുന്നത്. നിന്നെ എനിക്ക് അങ്ങനെ കാണാനൊരു മോഹം തോന്നി. അതെന്തുകൊണ്ടാണ്? നീ എൻ്റെ പെണ്ണാണെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. പക്ഷെ നീ എന്നെ കാണുന്നത് അങ്ങനെയല്ല, ഏതോ സ്ട്രേഞ്ചറിനെ പോലെയാണ്. മതി ഈ റിലേഷൻ തുടരുന്നത്. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതും പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. തുടരെ അവൻ അവളെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അശ്വിൻ തന്നെ വിട്ടുപോകുന്നത് അവൾക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമാണ്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. അവനെ വിശ്വാസമില്ലാത്ത പോലെ സംസാരിച്ചതിൽ അവൾക്ക് വിഷമം തോന്നി. ഒടുക്കം മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അവൾ തൻ്റെ ദേഹത്ത് നിന്ന് ടോപ്പ് അടർത്തി മാറ്റി ഫോണിൽ 1-2 ഫോട്ടോ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് അയച്ചു. അതയച്ചതും അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ തിരയടിച്ചു. എങ്കിലും അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന സമാധാനം ഉണ്ടായിരുന്നു. ഫോട്ടോ അയച്ച് നിമിഷങ്ങൾക്കകം തന്നെ അവൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തി. ഹോ, സെക്സി. അപ്പോൾ എന്നോട് സ്നേഹം ഉണ്ടല്ലേ? ഏതായാലും ഈ ലുക്കിൽ നിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നതിലും ഗംഭീരം. അവൻ തൻ്റെ ശരീരത്തെ വർണ്ണിക്കുമ്പോൾ അവൾക്കും എവിടെയൊക്കെയോ കുളിര് കോരി. പിന്നീട് അതൊരു സ്ഥിരം പരിപാടിയായി മാറി. അവനോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത് തന്നെ വഴിയെന്ന് അവൾ വിശ്വസിച്ചു. ആദ്യത്തെ ചമ്മലോ കുറ്റബോധമോ ഒന്നും അവൾക്ക് പിന്നീടുണ്ടായില്ല. പിന്നീട് കാലങ്ങൾ കുറേ കടന്നുപോയി. തങ്ങളുടെ പ്രണയം വീട്ടിലറിയാതെയും അവനെ പിണക്കാതെയും അവളുടെ ദിനങ്ങൾ കടന്നുപോയി. +2 ബോർഡ് എക്സാം കഴിഞ്ഞതോടെ പിന്നെ അവർക്ക് പരസ്പരം കാണുവാനുള്ള അവസരവും ഇല്ലാതെയായി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അമ്മ അടുക്കളയിലും അച്ഛൻ ടിവിയുടെ മുന്നിലുമായിരുന്ന സമയത്താണ് അവൾ മുറിയിൽ അവനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ വാണ്ട് യുവർ ന്യൂഡ് പിക്ക്. അവൻ അത് അയച്ചതും അവൾ ഞെട്ടി. വാട്ട്? അവൾ മറുപടി അയച്ചു. യെസ്, എനിക്ക് നിൻ്റെ ബോഡി കാണണം, അതും ഡ്രസ്സൊന്നുമില്ലാതെ. അവൻ മുഖപുര ഒന്നുമില്ലാതെ പറഞ്ഞു. ഇല്ലാച്ചു, നീ ഇത്ര നാൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. അത് നിന്നെ എനിക്ക് നഷ്ടമാകുമെന്ന് ഭയന്നാണ്. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇനി എന്ത് സംഭവിച്ചാലും സാരമില്ല, എനിക്ക് കഴിയില്ല. എനിക്കിപ്പോൾ മനസ്സിലായി, നിനക്ക് എന്നെയല്ല എൻ്റെ ശരീരമാണ് വേണ്ടതെന്ന്. നടക്കില്ല, ഇത് മാത്രം നടക്കില്ല. അവൾ തീർത്തു പറഞ്ഞു. ശരി, വേണ്ട, നീ അയക്കണ്ട. ഞാൻ നിൻ്റെ വീട്ടിൽ വരാം. നമ്മുടെ ചാറ്റുകളും നീ അയച്ച മെസ്സേജുകളും ഫോട്ടോകളും നിൻ്റെ അച്ഛനെയും അമ്മയും കാണിച്ചു കൊടുക്കാം. മകളെ എങ്ങനെയാണോ വളർത്തുന്നത് എന്ന് ചോദിക്കാം. അതും പറഞ്ഞ് അവൾ മുന്നേ അവൻ അയച്ച ഫോട്ടോകളെല്ലാം അവൻ അവൾക്ക് തന്നെ അയച്ചു കൊടുത്തു. യു ചീറ്റ്. അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? കണ്ട ഉടനെ തന്നെ ഡിലീറ്റ് ആക്കാം എന്ന് പറഞ്ഞതല്ലേ നീ? അവൻ ചിരിക്കുന്ന ഇമോജി അവൾക്ക് അയച്ചു. ദൈവമേ, ഇതൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർ പിന്നെ ജീവിച്ചിരിക്കില്ല. അവൾക്ക് മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെ തോന്നി, കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെയും. ഇത്ര നാൾ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ ഒരു കൺസിഡറേഷൻ തരാം. മുഖമില്ലാതെ അയച്ചാൽ മതി. 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ... അവൾ വേഗം ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വലിച്ചൂരി എങ്ങനെയൊക്കെയോ ഫോട്ടോസ് എടുത്തു. ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. എടുത്ത ഫോട്ടോസ് എല്ലാം മാർക്ക് ചെയ്ത് അയച്ചപ്പോഴാണ് വലിയൊരു അബദ്ധം പറ്റിയെന്ന് തിരിച്ചറിവ് അവൾക്കുണ്ടായത്. അച്ചു എന്ന നമ്പറിലേക്ക് അയക്കേണ്ടതിന് പകരം അച്ഛ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്കാണ് അയച്ചത്. അതായത് തൻ്റെ നഗ്ന ശരീരത്തിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചത് സ്വന്തം അച്ഛന് തന്നെയാണ്. അവൾ വേഗം ചാറ്റെടുത്ത് അച്ഛൻ കാണും മുന്നേ ഡിലീറ്റ് ആക്കാൻ നോക്കിയതും ആ വെപ്രാളത്തിൽ ഡിലീറ്റ് ഫോർ എവറി വൺ എന്ന ഓപ്ഷന് പകരം ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷനാണ് കൊടുത്തത്. ദൈവമേ, അവൾ ഒരു നിമിഷം നിലത്ത് തന്നെ ഇരുന്നു പോയി. ഇനി എന്താണ് ചെയ്യുക? അവൾ തളരുന്ന ദേഹത്തോടെ മെല്ലെ എണീറ്റ് വാതിൽ തുറന്നു നോക്കി. അച്ഛൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, അച്ഛനെല്ലാം കണ്ടു കഴിഞ്ഞു കാണും.
പ്രായപൂർത്തിയായ മകളുടെ നഗ്നശരീരം അവളുടെ പക്കൽ നിന്ന് തന്നെ കാണേണ്ടി വന്ന അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അച്ഛൻ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് തല്ലിക്കൊന്നേക്കാം. അവൾ കൈകളിലേക്ക് മുഖം അമർത്തി. കുറച്ചു കഴിഞ്ഞിട്ടും അച്ഛനെ കാണാതായപ്പോൾ അവൾ വീണ്ടും വാതിൽ മെല്ലെ തുറന്നു നോക്കി. അച്ഛൻ കരയുകയാണ്. ആ ദൃശ്യം അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. താൻ കാരണം അച്ഛൻ്റെ കണ്ണുനീർ വീണിരിക്കുന്നു. അവൾ വീണ്ടും വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞതും അയാളുടെ നമ്പറിലേക്ക് അവളുടെ ഫോണിൽ നിന്നും വീണ്ടും ഒരു മെസ്സേജ് വന്നു. പ്രിയപ്പെട്ട അച്ഛാ, ഞാൻ പോകുന്നു. അച്ഛനെയും അമ്മയെയും കരയിച്ചിട്ട് എനിക്കിനി ജീവിക്കേണ്ട. നിങ്ങളെ നാണം കെടുത്താൻ ഞാനിനി ഈ ഭൂമിയിലുണ്ടാകില്ല. ആരുമില്ലാതിരുന്നപ്പോൾ എന്നെ കേൾക്കാനും സംസാരിക്കാനും എനിക്ക് അക്ഷയ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛാ. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഒടുക്ക അവനും എന്നെ ചതിച്ചു അച്ഛാ. അവൻ്റെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങുകയല്ലാതെ മറ്റു മാർഗം എനിക്കില്ലായിരുന്നു. മാപ്പ് പറയാൻ പോലും അർഹതയില്ലെന്ന് അറിയാം. എങ്കിലും മാപ്പ്. ഞാൻ പോകുന്നു. എന്നോട് ക്ഷമിക്കണം. ആ മെസ്സേജ് വായിച്ചതും അയാൾ ഫോൺ നിലത്തേക്കിട്ട് അവളുടെ മുറിക്ക് നേരെ കുതിച്ചു. വാതിലിൽ കുറേ മുട്ടിയെങ്കിലും തുറക്കാതെ ആയപ്പോൾ ഇനി രക്ഷയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും തട്ടും മുട്ടും ബഹളവും കേട്ട് അമ്മയും ഓടി വന്ന് നിലവിളിച്ചു. ഒരുവിധം പരിശ്രമിച്ച് ഡോർ വെട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മകളെയാണ് കണ്ടത്. ആ ദൃശ്യം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കയ്യിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു. അയാൾ വേഗം ഒരു തുണിയെടുത്ത് അവളുടെ കയ്യിൽ കെട്ടി. അപ്പോഴും അമ്മ തലയിൽ തല്ലി കരയുകയായിരുന്നു. അവളെയും കോരിയെടുത്ത് വണ്ടിയിൽ കയറ്റി നേരെ പാഞ്ഞത് ഹോസ്പിറ്റലിലേക്കാണ്. പേടിക്കണ്ട, ഒരു 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ കണ്ടീഷൻ വളരെ മോശമായനെ. നിങ്ങൾ കറക്റ്റ് സമയത്താണ് മാളവികയെ ഇവിടെ എത്തിച്ചത്. ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ചു. അവൾക്ക് ബോധം വന്നപ്പോഴും തൻ്റെ മാതാപിതാക്കളെ നോക്കാനുള്ള മനക്കരുത്ത് അവൾക്കുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരുവോളം ആരും പരസ്പരം തുറന്നു സംസാരിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും അയാൾ അവൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ഏർപ്പാടാക്കി. രണ്ടാളും ലോങ് ലീവ് എടുത്ത് അവളുടെ ഒപ്പം നിന്നു. സത്യത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അച്ഛാ. ഒരു ദിവസം തൻ്റെ അടുത്തേക്കിരുന്ന അയാളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. എന്താ മോളെ? അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു. അച്ഛന് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? എൻ്റെ മോളോട് അച്ഛനെന്തിനാ വെറുപ്പ്? അച്ഛനും അമ്മയും മോളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അധ്യായമാണ്. അതിനെ ഓർക്കണ്ട. ഇനി എൻ്റെ മോള് നല്ലതുപോലെ പഠിച്ച് വലിയ ഒരാളാകണം. അപ്പോഴേ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകും. പിന്നെ അക്ഷയ് മോളെ ഇനി ശല്യം ചെയ്യില്ല. ഞാൻ അവനെ കണ്ടിരുന്നു. കുട്ടിയായതുകൊണ്ട് തന്നെ കേസിനൊന്നും പോയില്ല. അവനും ഒരു ഭാവിയുള്ളതല്ലേ. അവൻ്റെ വീട്ടുകാരെയും ഞാൻ കണ്ടിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ അവരും കുറേ കരഞ്ഞു, മാപ്പ് പറഞ്ഞു. അവൻ്റെ ഫോൺ അവർ തന്നെ വാങ്ങി നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ മുന്നിലിട്ട് അവനെ കുറേ തല്ലി. ഒടുക്കം ഞാൻ പിടിച്ചു മാറ്റിയാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഇനി അവൻ്റെ ശല്യം ഉണ്ടാകില്ലെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് അവൻ എന്ന പേടി സ്വപ്നം ഇനി എൻ്റെ മോളെ അലട്ടാതിരിക്കാനാണ്. അയാൾ കൈക്കുമ്പിളിൽ അവളുടെ മുഖം കോരിയെടുത്തു. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് നീയേ ഉള്ളൂ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തമാശയ്ക്ക് പോലും എൻ്റെ മോളിനി മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് അച്ഛനും അമ്മയ്ക്കും താങ്ങാനാകില്ല. നീയല്ലാതെ ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? എത്ര വലിയ പ്രശ്നമാണെങ്കിലും മോൾ എന്നോട് പറയണം. അച്ഛനുണ്ട് നിൻ്റെ കൂടെ. അത് പറഞ്ഞതും സങ്കടം സഹിക്കവയ്യാതെ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നേരം അയാൾ പോലും അറിയാതെ അയാളുടെ കണ്ണുകളും തുളുമ്പിക്കൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.